വെളുപ്പിന് 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. വെള്ളം ദാഹിച്ചപ്പോൾ പറഞ്ഞ് ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ അവരെ മാല കണ്ടിട്ട് തിരിഞ്ഞു. ആ സാറാണ് എന്നെ ഭയങ്കരമായിട്ടും എന്നെ അനുഭവിച്ചിട്ടുള്ളത്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. വേടന് കൈകൊടുക്കുന്ന മുഖ്യമന്ത്രി തിരുവനന്തപുരം പേരൂർക്കടയിലെ ബിന്ദുവിനെ അറിയുമോ? അങ്ങയുടെ പോലീസ് വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഈ ദലിത് യുവതിയെ ചിത്രവധം ചെയ്തത് 20 മണിക്കൂർ നേരമാണ്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ കൽപ്പിച്ചു. അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, ഒരു തരി പൊന്നുപോലും മോഷ്ടിച്ചിട്ടില്ല എന്ന ആണയിട്ടപ്പോൾ കൗമാരം കടക്കാത്ത പെൺമക്കളെ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ മോഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ച് ആട്ടിയിറക്കി. തല കുനിഞ്ഞു പോകുന്നു സാർ. എന്ത് നാണക്കേടാണിതൊക്കെ. പോലീസിന്റെ കൊടും ക്രൂരതയെക്കുറിച്ച് പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നു നിസ്സഹായയായ ഈ വനിത. പരാതി ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പി ശശി. മോഷണ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും, അതിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണമത്രേ. തൊഴിലും നിറവും ജാതിയും നിർണയിക്കുന്ന മുൻവിധികളാൽ നയിക്കപ്പെടുന്ന പോലീസ് സേന ഈ നാടിന് കളങ്കമാണ്. ഒരു SIയുടെ സസ്പെൻഷൻ കൊണ്ട് ഈ അനീതിക്ക് പരിഹാരമാവുകയില്ല. 4ാം ഭരണവാർഷികം എൻ്റെ കേരളം എന്ന് പേരിട്ട് നാടാകെ കൊട്ടിഘോഷിക്കുമ്പോൾ ഓർക്കണം, ഇത് ബിന്ദുവിൻ്റെയും കൂടി കേരളമാണ്. അരികുവൽക്കരിക്കപ്പെട്ട സകല മനുഷ്യരുടെയും കേരളമാണ്. ഇവിടെ നീതി ഉണ്ടായേ പറ്റൂ സർക്കാരെ. ഇന്ന് ബിന്ദു അവർ നേരിട്ട അനുഭവങ്ങൾ വിശദീകരിക്കാൻ നമ്മോടൊപ്പം ഈ രാത്രിയിൽ പങ്കുചേരുകയാണ്. ഒപ്പം ഡി സുരേഷ് കുമാർ CPMനെ പ്രതിനിധീകരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരം, ഒപ്പം ആക്ടിവിസ്റ്റും എഴുത്തുകാരിയും അധ്യാപികയുമായ മാളവിക ബിന്നി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജിൻഡോ ജോൺ, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റും ദിശയുടെ പ്രവർത്തകനുമായ ദിനു വെയിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടത് ബിന്ദുവിൽ നിന്നാണ്. ബിന്ദുവിൽ നിന്ന് തുടങ്ങാം. ശ്രീമതി ബിന്ദു, ഇതിനോടകം തന്നെ പേരൂർക്കട സ്റ്റേഷനിൽ നടന്നത് എന്താണ് എന്ന് താങ്കൾ വിശദീകരിച്ച് കഴിഞ്ഞു പലവട്ടം. വീണ്ടും ചോദിക്കേണ്ടി വരുന്നതിൽ എനിക്കും വിഷമമുണ്ട്, ക്ഷമിക്കണം. പക്ഷേ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ പരമാവധി ആളുകൾ ഇത് അറിയേണ്ടതുണ്ട്. ഇത്ര ക്രൂരമായ സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അല്ലെങ്കിൽ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് താങ്കളുടെ ഫോണിൽ വിളിച്ചു വരാൻ പറഞ്ഞത് ഇങ്ങനെ മാല പോയിട്ടുണ്ട്, അത് അന്വേഷിക്കാനാണ് എന്ന് പറഞ്ഞാണോ? അല്ല, ഒരു പരാതി കിട്ടിയിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് താങ്കൾ ഈ ജോലി ചെയ്ത വീട്ടിലെ സ്ത്രീയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടല്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? കാര്യം അവർ പറഞ്ഞു, എനിക്ക് 3 ദിവസത്തെ പൈസയും കൊണ്ട് മമ്മി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. അപ്പോ എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പൈസ തരേണ്ടത് എന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ വീട്ടിലാണ് ജോലി ചെയ്തത്, പിന്നെ ചേച്ചി ഇതിനെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ചോദിച്ചു. എനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചല്ലേ എന്നാണ് ഈ നിഷ എന്ന് പറയുന്ന അവരെന്നോട് മറുപടി പറഞ്ഞത്. അവിടെ ചെന്ന ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന ശേഷം എന്തൊക്കെയാ ഉണ്ടായത്? ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാനിവിടെ ചെന്ന സമയത്ത് SI ഉണ്ടായിരുന്നു, പ്രസാദ് എന്നാണ്. അപ്പോൾ എനിക്ക് പേരറിയത്തില്ല, പിന്നീടാണ് ഞാൻ പേര് അറിഞ്ഞത്. SI പ്രസാദ് എന്ന് പറഞ്ഞ സാർ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചെന്നോട് ചോദിച്ചു, ഇവരെ 2.5 പവൻ്റെ മാല കണ്ടില്ല, ഇത് മാല കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല സാർ. അപ്പോൾ ആണ് ഈ ഓമന ഡാനിയലും മകളും അവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ മേഡം ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് അവിടെ ജോലിക്ക് വന്നത്, ബിന്ദുവെ എടുക്കുകയുള്ളൂ എന്ന് ഇവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ SI ഒരു വനിതയെ വിളിച്ചു എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. വെളിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും എന്നെ വേറൊരു പോലീസുകാരുമായി എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു.
അതിനുശേഷം ഞാൻ SI വെളിയിൽ വന്നപ്പോൾ SIയുടെ റൂമിൽ എന്നെ വിളിച്ചു. ഇങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞു. എന്നെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞു. അതിനുശേഷം ഇനി വെളിയിൽ കൊണ്ടുവന്നിട്ടാണ് എന്നെ പോലീസ് ഓരോരുത്തരെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് അവരെടുത്ത് തൊഴുതു. കാലി പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറയുന്നവർ ചെവിക്കൊണ്ടില്ല സാർ. ഈ വനിതാ പോലീസുകാരൊക്കെ അല്ലേ പരിശോധന നടത്തിയത്? അവരോടൊക്കെ പറഞ്ഞില്ലേ അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ, ഞാൻ കുത്തോലെന്ന് പറഞ്ഞു, മാഡം ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. മാല കൊടിടി എന്നല്ലാതെ വേറെ ഒന്നും അവർ സംസാരിക്കുന്നില്ല. ഒരാൾ പോലും ഒരു അനുകമ്പയോടെ പെരുമാറിയിട്ടില്ല. ബിന്ദു തന്നെയാണ് മാല എടുത്തത് എന്ന് അവരങ്ങ് ഉറപ്പിച്ചതുപോലെ ആയിരുന്നല്ലേ? അവരങ്ങ് ഉറപ്പിച്ചു സാർ, ഞാൻ തന്നെ മാല എടുത്തുന്ന കാര്യം ഇവരങ്ങ് ഉറപ്പിച്ചു. അതിനുശേഷം 8:30 കൂടി ഈ ഓമനാട് ആണ്ടിലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നത്. അതിനു മുമ്പ് എൻ്റെ ഫോണിൽ ഇങ്ങനെ എൻ്റെ ചേച്ചിയുടെ മക്കളും എൻ്റെ ഭർത്താവും ഒക്കെ ഫോൺ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാറ് ഒരു കോളും എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടും ഇവർ എൻ്റെ വീട്ടിലുമായി അറിയിച്ചിട്ടില്ല സാർ. അല്ല, ഇപ്പോൾ ജോലിക്ക് പോയതാണ്, തിരിച്ചെത്തുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് എവിടെ പോയെന്ന് അറിയത്ത് പോലും ഇല്ലല്ലോ. അപ്പോൾ ആ കാര്യം ഒന്ന് വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞപ്പോൾ പോലീസ് എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ അപ്പോൾ പറഞ്ഞ് ചുമ്മാ ഇരിയടി, അമ്മക്കറിയാം എന്തൊരു ചെയ്യണമെന്ന് എന്നാണ് പോലീസ് എന്നോട് തിരിച്ച് മറുപടി പറഞ്ഞത്. അത് കഴിഞ്ഞ് പോലീസ് വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് അവർക്കൊക്കെ, അതായത് ഭർത്താവിനും മക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കൾക്കും ഒക്കെ മനസ്സിലായത് പോലും അല്ലേ കാര്യങ്ങൾ? മനസ്സിലായി. അവർ സത്യമാണെന്ന് കരുതിയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് അവർക്കറിയാം. പിന്നെ കൊണ്ടു ചെന്നപ്പോൾ അവർ പേടിച്ചു പോയി. ഈ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പോലീസിന്റെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? തിരിച്ച് വീട്ടിൽ കൊണ്ടുകൂടെ വന്ന് പരിശോധിച്ചിട്ട് തിരിച്ചെന്നെയും എൻ്റെ ചേട്ടനെയും കൊണ്ടുപോയി. അതിൻ്റെ പിറകെ എൻ്റെ ചേച്ചിയുടെ മക്കൾ അവർ ഓട്ടോയിൽ വന്നു. ഞാൻ കാറിൽ പോയി. കാറിൽ കയറി ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാർ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. അവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത വിളിച്ചു. അതിനുശേഷം അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവരെന്നെ 4 പേരും കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ പോലീസുകാരെ എന്നെ അടിക്കാൻ വേണ്ടി വന്നത്. അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിക്കൊണ്ട് വന്നു. ഈ ചീത്ത വിളിച്ച പോലീസുകാരൻ തന്നെയാണോ? കാറിൽ വെച്ച് ചീത്ത വിളിച്ച പോലീസുകാരൻ തന്നെയാണോ? വെളിയിൽ വന്നപ്പോൾ അങ്ങേര് അപ്പോഴേ കാറിൽ വെച്ച ചീത്ത വിളിച്ച പോലീസുകാരൻ തന്നെ എന്നെ അടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ട് വന്ന റൂമിൽ കൊണ്ടുപോയപ്പോൾ. അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ആദ്യം ദേഹപരിശോധന നടത്തി, പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. അപ്പോഴൊന്നും കിട്ടുന്നില്ല. ബിന്ദു ഉറപ്പിച്ച് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്ന്. അവർക്കൊന്നും കിട്ടിയില്ല, ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അപ്പോഴും പോലീസുകാർ ഇതേ പെരുമാറ്റം തന്നെയാണോ? അപ്പോൾ പോലും അവർക്കൊരു സംശയം, എന്നാ പിന്നെ ഇവർ നിരപരാധി ആയിരിക്കും എന്നൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ലേ? ഇല്ല. എന്നിട്ട് അങ്ങ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആ പോലീസിനെ എപ്പോഴും തന്നെ അങ്ങ് പോയി. ഈ ഓമനാണ്ടാടി എൻ്റെ കാറ് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങ് പോയി. പിന്നെ ഞാൻ പോകുന്ന സമയം വരെയും അവിടെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ പുലർച്ചെ വരെ 3-3:30 വരെ ഇതേ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ തുടരുകയായിരുന്നു. ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പ്രശ്നം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പ്രസന്നൻ മാത്രമാണോ രാത്രി ചോദ്യം ചെയ്തത്? ഈ പ്രസന്നൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് രാത്രി ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്തത്. മറ്റുള്ളവരാരും ഒന്നും പറഞ്ഞില്ല. ഇപ്പുറത്തൊരു പോലീസുകാരായിരുന്നു, അയാൾ ഒന്നും പറഞ്ഞില്ല. അല്ല, ഈ പ്രസന്നൻ തന്നെയാണോ ദാഹം പറഞ്ഞപ്പോ പോയി ബാത്റൂമിലെ വെള്ളം പോയി കുടിച്ചോളാൻ പറഞ്ഞത്? ഇയാൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, സാർ വെള്ളം ബാത്റൂമിൽ ബക്കറ്റ് കൊണ്ട് അവിടെ പോയി കുടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയി.
കുടിച്ചില്ല സാർ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഇഞ്ഞ് കസേരയിൽ വന്നിരുന്നു. ഈ സ്റ്റേഷനിലുള്ള മറ്റ് പോലീസുകാർക്ക് ഇത്രയും വലിയ ക്രൂരമായ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ നടക്കുമ്പോൾ ആവർത്തിച്ച് ബിന്ദു പറയുന്നുണ്ട് ഞാനല്ല എടുത്തത് എന്ന്. അത് അവരാരും ചെവിക്കൊള്ളുന്നുമില്ല. ആരും ഇടപെട്ട് ഒന്ന് നേരെയാക്കാനോ നിങ്ങളൊന്ന് സമാധാനിപ്പിക്കാനോ അങ്ങനെ ആരെങ്കിലും, മനുഷ്യത്വമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ? മനുഷ്യത്വമുള്ളവരും മനുഷ്യത്വമുള്ള എനിക്കറിയില്ല സാർ. എന്നോട് മാല കൊടി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ സാർ. അല്ലാതെ ഒരാളും നല്ലൊരു വാക്കോ പറയാനോ ഒന്നിനും ഇല്ലായിരുന്നു സാർ. അത് കഴിഞ്ഞൊരു 3:30 കഴിഞ്ഞ് അവിടെ സ്റ്റേഷനിൽ കിടന്ന് തന്നെ ബിന്ദു ഉറങ്ങിപ്പോയല്ലേ? ഈ മാല തിരിച്ചു കിട്ടിയെന്ന് പിന്നീട് എപ്പോഴാണ് അറിയുന്നത്? ഞാൻ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ റോഡിലിറങ്ങിയപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞത് അവർക്ക് മാല കിട്ടി എന്നെനിക്ക് എൻ്റെ അടുത്ത് ചേട്ടൻ പറയുണ്ടായി. അല്ല, അപ്പോൾ പോലീസുകാരോട് ഞാൻ ഉറപ്പിച്ചു ഈ മാല കിട്ടിയെന്ന്. ഇല്ല സാർ, ചോദിച്ചു. ഞാൻ സ്റ്റേഷനിൽ നിന്ന് റോഡിലിറങ്ങി. അപ്പോഴാണ് അല്ല ഈ ഇപ്പോ പോലീസ് പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യായിരുന്നു. പുലർച്ചെ വരെ അവര് ചോദ്യം ചെയ്തതിന് ശേഷം രാവിലെ ഭർത്താവ് വന്ന ശേഷമാണോ താങ്കളെ പൊക്കോളൂ എന്ന് പറഞ്ഞത്? അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? പൊക്കോളൂ എന്ന് പറയുമ്പോ ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ രാത്രി 11 രാവിലെ ചേട്ടൻ വന്ന് SIയെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഈ ഓമനാടാളിലെ മകളും അവിടെ നിൽക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുവിന് പരാതിയില്ല, പിന്നെ ബിന്ദുവിനെ വെറുതെ ഇവിടെയാണ്, ബിന്ദുവിൻ്റെ മക്കളെ ഓർത്ത് ഇവിടെയാണ് എന്ന് ഈ ഓമനാടാനിയിൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ജോലി ചെയ്ത പൈസ 1500 രൂപ ഞാൻ മേടിച്ചു. അല്ല, ഓമന ഡാനിയലും അപ്പൊ ബിന്ദുവിനോട് പറഞ്ഞില്ല മാല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല? ഉണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമിക്കണമെന്നോ അല്ലെങ്കിൽ തെറ്റിപ്പോയെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല സാർ. ഇല്ല, ഒരക്ഷരവും മിണ്ടിയില്ല സാർ. ഒരൊറ്റ അക്ഷരവും എന്നോട് അവർ മിണ്ടിയില്ല. പോലീസുകാരും ഒന്നും പറഞ്ഞില്ല? ഒരു പോലീസുകാരൻ പോലും? ഞാൻ അവിടുന്ന് പോലീസുകാർ ഒന്നും പറഞ്ഞില്ല സാർ. ഒരു വാക്കും മിണ്ടിയിട്ടില്ല. അപ്പോൾ പോലീസ് മാല അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്, ആരും മോഷ്ടിച്ചതല്ല എന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ ഇനി ഇവിടെ കണ്ടുപോകരുത്, ഈ ഭാഗത്തൊന്നും കവടിയാറിലും അമ്പലമുക്കിലും ഒന്നും ഇനി കണ്ടുപോകരുത് എന്നൊക്കെ പോലീസ് പറയുന്നത്. ഇവര് മാല വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ്. ശേഷം ഞാൻ ഇനി സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങി. അല്ല, എന്നെ തിരിഞ്ഞ് അവിടെ നിന്നപ്പോൾ SI വന്ന് പറഞ്ഞു ഒരു കാര്യം പറയേണ്ടത്. എന്ത് സാർ? അത് ഈ അമ്പലമുക്കിലോ കവടിയാറിലോ എന്നെ കണ്ടുപോകരുത്, എങ്ങോട്ടവർ നാട് വിട്ട് പൊക്കോളണം എന്ന് ഈ SI വന്ന് ശരിക്കും സ്റ്റേഷനിൽ ആളുണ്ടായ സമയത്താണ്. അപ്പോൾ എൻ്റെ ചേട്ടനെ കേട്ടുകൊണ്ട് നിൽക്കുക. പ്രസാദ് അല്ലേ? പ്രസാദ് എന്ന് പറയുന്ന സാറാണ്. ഇങ്ങനെ അവിടെ നിന്ന് വന്ന് ഒത്തിരി പേര് സ്റ്റേഷൻ നിറച്ച ആള് നിൽക്കുകയായിരുന്നു. രാവിലെ സമയത്ത് ശരിക്കും ആളുണ്ടായിരുന്നു. അതായത് പ്രസാദിനെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സർക്കാർ. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SI ഒരു രാത്രി മുഴുവൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ഭേദം ചെയ്യുക, ചോദ്യം ചെയ്യുക, അപമാനിക്കുക, അതിനുശേഷം ചെയ്തിട്ടില്ല കുറ്റം, ആ മാല അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ലാതെ ഒരാളെ ഇത്രയും നേരം ദ്രോഹിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പിന്നെ ഒരു തരത്തിലുള്ള പശ്ചാത്താപവും കാണിച്ചില്ല, ഒരു ആശ്വാസവാക്കും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ ഒരു അനുഭവമാണ് ബിന്ദുവിന് നേരിടേണ്ടി വന്നത് അല്ലേ? നേരിടേണ്ടി വന്നു സാറ്. ഞാനാരെങ്കിലും പിടിച്ചു നിന്ന് എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ അവിടെ വീണ് മരിച്ചനായിരുന്നു. ഞാൻ പിന്നെ പിടിച്ചു നിന്നു സാർ. നമ്മൾ തെറ്റ് ചെയ്തില്ലല്ലോ, ഞാൻ പിടിച്ചു നിന്നു സാർ. എനിക്ക് ആരെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയാൻ ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ ഇവർ ഈ വാക്കുകൾ കേട്ടപ്പോൾ തളർന്നു പോയി. ബിന്ദു വീട്ടുജോലി കുറച്ചു കാലമായിട്ട് ചെയ്യാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഓമന ഡാനിയലിന്റെ വീട്ടിൽ ആകെ 3 ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ എന്ന്. ഓ, 3 ദിവസമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ സാർ. പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ പിറ്റേ ആഴ്ച പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഒരു പരാതിയും ഈ പോലീസ് കേസും ഒക്കെ വരുന്നത്. ഇങ്ങനെ സ്വാഭാവികമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും അഭിമാനമുള്ള ആളുകളാണ്. അങ്ങനെ തന്നെയാണ് ജീവിക്കുക. ഇനിയും നമ്മളൊക്കെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ആളുകൾ തന്നെയാണ്.
വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി. അത് ആർക്കും തിരികെ ശരിയാക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും ഇപ്പോ ജനങ്ങൾ മുഴുവൻ സത്യം അറിയുന്നു എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്നുണ്ടോ? ആശ്വാസമാണ് സാർ. എല്ലാ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഞാനത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാവരും സകല ജനങ്ങളും ഞാനത് ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട്, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ കൂടെ വീട്ടിൽ പോയി അതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ പരാതികൾ, അതായത് നേരിട്ടതൊരു വലിയ അനീതിയാണ്, ആ അനീതിക്കെതിരെ പരാതി കൊടുക്കാനൊക്കെ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? ഞാനിവിടെ വന്നിട്ട് പിന്നെ 3-5 ദിവസം വെളിയിലൊന്നും ഇറങ്ങില്ല. മാനസികമായിട്ടുള്ള ഒരു ഇതിൽ വെളിയൊന്നും ഇറങ്ങില്ല. എൻ്റെ സങ്കടം കൊണ്ടുകൊണ്ട് എൻ്റെ ഒരു വക്കീൽ ഓടി വരികയും ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഓടി വരികയും ചേച്ചി നമുക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ വക്കീൽ തന്നെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നെ കാണാൻ വരെയും ഒക്കെ വഞ്ചൂർ കോടതിയിലാണ്. വഞ്ചൂരാണ് ഞാൻ കേസ് കൊടുക്കാണ്ടിരിക്കുന്നത്. ഇനി ഓമനാടാനിന്റെ പേരിലാണ് സാർ കേസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഈ കേസ് കൊടുത്തു, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയും പട്ടികജാതി കമ്മീഷനെയും ഒക്കെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയൊക്കെ പോയപ്പോഴുള്ള അനുഭവം എന്താണ്? പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ നല്ല സ്നേഹമുള്ള സാറായിരുന്നു. നല്ല ചിരിച്ചുകൊണ്ട് സംസാരിച്ച് വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. വക്കീൽ പറഞ്ഞ് ഞാനൊരു അഡ്വക്കേറ്റാണ്. വക്കീലിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ചോദിച്ചറിഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയെടുത്തും കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിച്ചു. സാറ് പറഞ്ഞു ഉടനെ തന്നെ ഇതിന് ഉത്തരവിട്ട് കേസ് നമ്മൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആശ്വാസം കടപ്പെടേണ്ട നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. DGP ഓഫീസ് വന്നപ്പോഴും സാറ് നല്ല പരാതിയൊക്കെ വായിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നീതി കിട്ടും. നല്ല നമ്മൾ കൊടുത്ത പേപ്പർ അവിടെ നിന്ന് വായിച്ചു. കാര്യങ്ങളെല്ലാം ഇത് ഉടനെ തന്നെ ഉടനെ ചിലപ്പോൾ ഇന്ന് തന്നെ അന്വേഷണ ഉത്തരവിടും, ഇതും വിഷമിക്കേണ്ട എന്നൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇച്ചിരി നേരം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് ധാരാളം ചോദിച്ചു. ഞാൻ പറഞ്ഞ വക്കീലാണ്, വക്കീലുമായി പരിചയപ്പെട്ട് വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ാണ് നമ്മളിഞ്ഞ് വെളിയിൽ ഇറങ്ങിയത് സാർ. അതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നമ്മൾ പോകും. അവിടെ 3 മണിക്കാണ് പാസ് എന്ന് പറഞ്ഞ് ഈ വക്കീലും ഞാനും എൻ്റെ ചേച്ചിയും കൂടി അവിടെ പോകുന്നതും ഈ ശശി എന്ന് പറഞ്ഞ ആളിനെ കാണാൻ ചെല്ലുന്നതും. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയ കാര്യം പറയുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്താണ്, അതൊന്ന് പറയാമോ? മുഖ്യമന്ത്രി ഓഫീസിൽ ഞാനും വക്കീലും കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു 5-10 മിനിറ്റ് ഇരുന്നപ്പോൾ നമ്മളെ വിളിച്ചു. നമ്മൾ ചെന്ന് എന്താണ് കേസെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഒരു മാല മോഷണമുള്ള കേസാണ്. നമ്മൾ കൊടുത്ത പേപ്പറും വായിച്ചൊന്നും നോക്കിയില്ല, അവിടെ വെച്ചിട്ട് ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു സാർ ഒരു മാല മോഷണമേ കള്ള കേസാണ്. ഈ മാല കാണാതെ പോയാൽ അവർ പരാതിപ്പെടും, പോലീസ് പിടിക്കും, കോടതിയിൽ പോവും. പക്ഷേ കോടതിയിൽ പോയി അന്വേഷിക്കണം എന്നായിരിക്കാം ശശി എന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പി ശശിയെയാണല്ലോ കണ്ടത്. വക്കീൽ പറഞ്ഞനുസരിച്ച് പി ശശി ഈ പരാതി വായിച്ചു നോക്കി പോലും ഇല്ല. പരാതി പറഞ്ഞോ പി ശശിയോട്? എന്താ അപ്പോ പരാതി പറഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞത്? ഇല്ല, വായിച്ചു ശരി എന്ന് പറഞ്ഞു. അല്ല, പരാതി നോക്കിയില്ല, കൊടുത്ത് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പരാതി വായിച്ചില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് പരാതി വായിച്ചില്ലായിരുന്നു. പരാതി വായിച്ചിട്ടില്ലായിരുന്നു. അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞത് കേട്ടു. അതെ, അല്ല ഇപ്പോ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ സമീപിക്കേണ്ട ഏറ്റവും ഉയർന്ന ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും. പോലീസിനെ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയോട് ഈ കാര്യം പരാതി പറയാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി. അവിടെ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണോ ഉണ്ടായത്? എന്താണ് തോന്നുന്നത്? ആശ്വാസം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇത് വായിച്ചു നോക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇവിടെ 2 സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴും അവർ വായിക്കുകയും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വക്കീലിനോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇത് കൊണ്ട് കൊടുത്തപ്പോൾ ഈ സാർ ഒന്നും നോക്കാതെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇത്ര കാര്യം പറഞ്ഞു,
വക്കീൽ പോവാന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ ഇഞ്ഞിറങ്ങി. അവിടെ ഉടനെ റൂമിൽ നമ്മളിഞ്ഞ് പുറത്തു വന്നു. അല്ല, അപ്പോൾ ഈ പോലീസുകാർ എന്നോട് ചെയ്തത് ഇതൊക്കെയാണ്, ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് വാക്കാൽ പറഞ്ഞോ? അവിടെ പറഞ്ഞോ? ശശിയോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല സാർ, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഞാൻ വക്കീൽ കഴിഞ്ഞ് വെളിയിലിറങ്ങി, ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആൾക്കാരെ കാണാമെന്നിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ, ഇതിപ്പോ ഈ വാർത്ത വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ കൂടെ ഉണ്ട് എന്ന് പറയാനും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഒരു നാടിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട്, നീതി കിട്ടും എന്ന പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. സംഘടനക്കാരും പാർട്ടിക്കാരും ഇല്ല, ഒത്തിരി പേര്. ഇത് ഈ ചാനലിൽ കൊടുത്ത അന്ന് തൊട്ട് എന്താ ഈ സമയം വരെ എൻ്റെ വീട്ടിൽ ആളിന് ഒരു കുറവുമില്ല സാർ. എല്ലാവരും, നാട്ടുകാരായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും പാർട്ടിക്കാരായിരുന്നാലും സംഘടനക്കാരനും എല്ലാവരും അന്നോട്ട് എൻ്റെ വീട്ടിൽ ആളിന് ഒരു കുറവുമില്ല സാർ. എനിക്ക് പിന്തുണയുമായി ഇഷ്ടംപോലെ ആൾക്കാർ കൂടുതലും വരുന്ന ചാനൽ വരാം. അതെ, ഇപ്പം ഈ ആദ്യത്തെ 4-5 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു വലിയ വിഷമമൊക്കെ ഉണ്ടായി കാണുമായിരുന്നല്ലോ. അതൊക്കെ മാറി ഇപ്പോ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ യാതൊരു തെറ്റും ചെയ്യാത്ത അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്, എന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു, എൻ്റെ ഒപ്പം എല്ലാവരും ഉണ്ട് എന്നൊരു സന്തോഷം, ഒരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ? സന്തോഷമുണ്ട്. എന്തൊരു കാര്യം വന്നാലും ഞാൻ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. ആടെ എന്തൊരു എന്നെ പറഞ്ഞാലും ഞാൻ തിരിച്ച് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല, ആരും ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും ഞാൻ തിരിച്ച് പ്രതികരിക്കും. വേറെ എവിടെ നിന്നെങ്കിലും വിളിച്ച് എന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ എല്ലാവരെയും ഞാൻ അറിയിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ധൈര്യമായിട്ടിരിക്കുക, നിയമ പോരാട്ടം തുടരുക. ഒരു വലിയ മനുഷ്യാവകാശ ലംഘനത്തെയാണ് താങ്കൾ നേരിട്ടത്. ആ മനുഷ്യാവകാശ ലംഘനത്തെ എതിർക്കാൻ, അതിൽ നീതി ഉറപ്പാക്കാൻ, ആ അനീതി ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടാൻ ഉള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. നന്ദി ഇത്രയും നേരം സംസാരിച്ചതിന്. കുറേ നേരം ഈ ചോദ്യം ചോദിച്ച് വിഷമിപ്പിച്ചതിൽ ഞാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ശ്രീ സുരേഷ് കുമാർ, CPM ശ്രീ D. സുരേഷ് കുമാർ, ഈ നാട്ടിൽ എന്താണ് ഈ നടക്കുന്നത്? മാന്യതയില്ലായ്മ എന്ന ഒരു വാക്കുകൊണ്ടോ വാചകം കൊണ്ടോ ഒന്നും പോലീസിന്റെ നടപടിയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. നിരവധി നിയമലംഘനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത ഒരു മോഷണ കുറ്റം ചുമത്തി 20 മണിക്കൂർ നേരം ഒരു സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്യുക, എന്നിട്ട് അതിനുശേഷം സത്യം ബോധ്യമായതിനു ശേഷം അവരെ നാടുകടത്തുകയാണ്. മേലാൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത് എന്ന് കൽപ്പിക്കുകയാണ്. ഇതാണോ പിണറായി സർക്കാരിന്റെ പോലീസ് ഭരണം? നോക്കൂ, ജനോപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി പരിപാടികളും പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. ആ സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദീർഘമായി ആർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടുത്തെ വിഷയം ഈ പ്രിയപ്പെട്ട സഹോദരിക്കുണ്ടായിട്ടുള്ള അങ്ങേയറ്റത്തെ മാനസികമായിട്ടുള്ള വ്യഥ, അവരനുഭവിച്ച ദുഃഖം, എല്ലാം അതേ ഗൗരവത്തിൽ തന്നെ ഞാൻ നോക്കിക്കാണാനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഐക്യദാർഢ്യം അവിടെ നിൽക്കട്ടെ. ശ്രീ സുരേഷ് കുമാർ, ഈ സംഭവം നടന്നത് എന്നാണ്? ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. കൊടിയ അനീതിയാണ്. ഒരു മനുഷ്യനും നീതീകരിക്കാൻ കഴിയാത്ത കൊടിയ അനീതി അവിടെ നടന്നിട്ട് ചാനലുകളിൽ വാർത്ത വന്ന് വലിയ ആഘോഷമായപ്പോഴാണ് അവിടുത്തെ SIക്ക് ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സസ്പെൻഷൻ ഉത്തരവ് പോലും വരുന്നത്. ചാനലുകളിൽ വന്ന് ജനം ഇളകിയാൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ സവിധത്തിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ട് എന്തുണ്ടായി? ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ഈ സംഭവം, അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. അടുത്ത് മെയ് മാസം 3-ാം തീയതിയാണ് പ്രിയപ്പെട്ട സഹോദരി ഈ പരാതി കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോ ഈ വാർത്ത
ഉയർത്തിക്കൊണ്ടുവന്ന മാധ്യമങ്ങളെയൊക്കെ തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ വളരെ ചിട്ടയോടുകൂടി അവരുടെ എടുക്കേണ്ടുന്ന എഫേർട്ട് എടുത്ത് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് ആർക്കും ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് ആ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിനോട് ഇതിൽ പങ്ക് പോലീസിന് മാത്രമാണ്, പരാതി കൊടുത്ത ആളുകൾക്കും. ഇത്രയും വലിയ ഒരു മനുഷ്യാവകാശ ലംഘനം, അതിപ്പോ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ലോ, മനുഷ്യരല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിക്ക് ഇത്രയും ഹീനമായ മനുഷ്യത്വ വിരുദ്ധമായ സമീപനം പോലീസിൽ നിന്നുണ്ടാവുക, അതിനുശേഷം ദാ ഇപ്പോ ഈ വലിയ വാർത്താ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം അവർക്ക് നേരിട്ടത് എന്താണ് എന്ന് കേട്ട് ഞെട്ടിത്തരിക്കുമ്പോൾ മാത്രമാണ് നടപടിയെങ്കിലും ഉണ്ടാവുന്നത്. ഒരു സസ്പെൻഷനിൽ അവസാനിക്കുന്ന വിഷയം പോലുമല്ല. എന്നിട്ടും എന്ത് ഉത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് പറയാനുള്ളത്? ഈ നാട്ടിലെ പൗരന്മാരുടെ ജീവന്റെയും സുരക്ഷയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ട സർക്കാർ, പാർശ്വവൽകൃതർക്ക് തണലാവേണ്ട സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഒരു പ്രതാപനും ഒരു പ്രസന്നനും വിചാരിച്ചാൽ ഈ സർക്കാരിന് യാതൊരുവിധ പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് തന്നെയാണ്, ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബിന്ദു എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരിക്കുണ്ടായ വിഷയം അധികാരികളുടെ മുമ്പിലേക്ക് ഈ 3 സെന്ററുകളിലേക്കും പരാതിയുമായി പോയത്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് നയിച്ചത്, അവരെ വിളിച്ചുകൂട്ടി നിങ്ങൾക്കുണ്ടായ ഈ തിക്താനുഭവത്തിന് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകണം എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് അവരെ ഈ വിഷയം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകനാണ്. കഴിഞ്ഞ 3 ടേം ജനപ്രതിനിധിയായിരുന്ന, ഇപ്പൊ അഭിഭാഷകനായിരിക്കുന്ന, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് SV കിഷോറിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും അദ്ദേഹം അന്ന് തന്നെ അവരെ വീട്ടിൽ ചെന്ന് അങ്ങോട്ട് സമീപിക്കുകയും നമുക്ക് ഈ വിഷയം പരാതിപ്പെടാം, കേരളത്തിന്റെ നീതിമാനായ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക്, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ പരാതി കൊണ്ടുവന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നീതി ലഭ്യമാകുമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരിയെ, അവർ പേടിച്ച് വിറച്ച് വീട് അടച്ചിരുന്ന ആ സഹോദരിയെ സമൂഹത്തെ ഭയപ്പെട്ട്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആക്ഷേപ ശരത്തെ ഭയപ്പെട്ട് വീട്ടിനകത്തിരുന്ന സഹോദരിയെ പുറത്തു കൊണ്ടുവന്ന് ഈ പട്ടികജാതി കമ്മീഷനിലും പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുത്തത് അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായ, ഇപ്പൊ അഭിഭാഷകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SV കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. ഇതെന്തേ നമ്മൾ കാണാതെ പോകുന്നു? അല്ല, അത് നല്ല കാര്യം. പ്രാദേശിക തലത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളും ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം, മുൻ ജനപ്രതിനിധി അങ്ങനെ ഒരു മുൻകൈ എടുക്കുന്നു, സന്തോഷം, നല്ല കാര്യം, വളരെ മനുഷ്യാവകാശ പ്രചോദിതമായ നിലപാട്. പക്ഷെ നോക്കൂ, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് എന്ത് ഡെലിവർ ചെയ്തു എന്നുള്ളതാണല്ലോ പ്രശ്നം. പോലീസ് ഒരു അനീതി കാണിച്ചാൽ ആരോടാണ് ചോദിക്കേണ്ടത്? ഇപ്പോൾ പോലീസിന്റെ മന്ത്രിയുടെ ഓഫീസിൽ പോവുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയ കാര്യം ഈ അഭിഭാഷകനും ഈ സ്ത്രീയും കൂടിയാണല്ലോ പോകുന്നത്. അവർ തന്നെ വിശദീകരിച്ചത് താങ്കൾ കേട്ടല്ലോ. പരാതി ഒന്ന് വായിച്ചു നോക്കി പോലുമില്ല. മോഷണ പരാതി വന്നാൽ പോലീസ് കേസെടുക്കും, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കോടതിയിൽ പോയാൽ മതി എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ വാർത്ത വരുമ്പോഴല്ലോ സാർ ഈ പറയുന്ന ധാർമ്മിക രോഷവും നടപടിയൊക്കെ ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ പ്രാദേശിക നേതാവ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തു, അയാൾ നല്ലതുപോലെ അക്കാര്യത്തിൽ അവരുടെ ഒപ്പം നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് സർക്കാരിന്റെ ഇക്കാര്യത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വം ഒഴിവാവുന്നില്ലല്ലോ. സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം ഒഴിവാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ മാനസികാവസ്ഥ കൂടെ നമ്മൾ കാണണം. അവിടെ ഉണ്ടായ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആ സഹോദരിക്കൊപ്പമാണ് എൻ്റെ ഈ പാർട്ടി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആ സഹോദരിക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്നും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ തന്നെ മുൻകൈ എടുത്ത് ഈ പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ബഹുമാന്യനായ പൊളിറ്റിക്കൽ സെക്രട്ടറി അവരുടെ പരാതി ശ്രദ്ധാപൂർവം അവരിൽ നിന്ന് കേട്ടു. ഇത് വായിച്ചില്ല എന്ന് ആ സഹോദരി പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ നേരത്തെ ഞാനൊരു മാധ്യമത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇവരുടെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് SV കിഷോർ തന്നെ പറഞ്ഞു, കിഷോറിന് ഉറപ്പ് കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി, ഈ പ്രശ്നത്തിന്മേൽ ഒരു നടപടി ഉണ്ടാകും, അധികം വൈകാതെ ഒരു നടപടി ഉണ്ടാകും, ഞങ്ങളിത് പരിശോധിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞല്ലാതെ അപ്പൊ തന്നെ ഫോൺ എടുത്ത് പേർക്കട സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ പോലീസ് അധികാരികളെയോ വിളിച്ചാൽ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. ഒരു മോഷ്ടാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന രൂപത്തിലായിരിക്കും അടുത്തു വരുന്ന വാർത്ത. മോഷ്ടാവിനെ എങ്ങനെ സംരക്ഷിക്കും? മോഷണം പോയിട്ടില്ലല്ലോ. മോഷണം പോയിട്ടില്ലല്ലോ. മോഷ്ടാവ് എങ്ങനെയാണ് ഒരാളെ മുന്നോട്ടുക? മോഷണം പോയിട്ടില്ലല്ലോ. പൂർണ്ണമായും നിരപരാധിയാണ്. അങ്ങനെ വളച്ചൊടിക്കപ്പെടുന്ന വാർത്തകൾ, വളച്ചൊടിക്കപ്പെടുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നത് കൂടി നാം മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്തിനും ഏതിനും പ്രത്യക്ഷമായും പരോക്ഷമായും കരിവാരിത്തേച്ച് കാണിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യത്തിൽ തരക്കേടൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് താങ്കൾ വാദിക്കുന്നത്. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പരയുണ്ട്.
സ്ത്രീകളെ രാത്രി പോലീസ് സ്റ്റേഷനിൽ താമസിപ്പിക്കരുത് എന്നുണ്ട്. ഒരു കസ്റ്റഡിയിലെടുത്താൽ ആ കസ്റ്റഡി വിവരം ബന്ധുക്കളെ അറിയിക്കണമെന്നുണ്ട്. ഇവിടെ ഈ പാവപ്പെട്ട സ്ത്രീ ബിന്ദു എന്ന സ്ത്രീ വീട്ടു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കവെയാണ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. നോക്കൂ, അപ്പോൾ അവർ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അവരുടെ 2 കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തി കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോലീസുകാരോട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ ഒന്ന്, എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ച് ഈ കാര്യം അറിയിക്കണം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ടില്ല. ഈ മോഷണം സംബന്ധിച്ച തീർച്ച വരുത്തിയിട്ടില്ല. അവർക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുത്തിട്ടില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ വെള്ളം എടുത്ത് കുടിച്ചോളൂ എന്ന് പറയുന്നു. പുലർച്ചെ വരെ ഈ തരത്തിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇത്. ഉത്തർപ്രദേശോ ബീഹാറോ ഒന്നുമല്ല, പ്രബുദ്ധം എന്ന് അവകാശപ്പെടുന്ന കേരളമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ തൊടുന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഇവിടെ ജനാധിപത്യം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് പോലീസ് ഇവിടെ പെരുമാറിയിരിക്കുന്നത്. അതുമല്ല, ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് അവരെ ടോപ്ലെസ് ആക്കി സെർച്ച് ചെയ്തെന്ന് വരെ പറയുന്നു. ഇത് എത്ര ഭീതിജനകമാണ്. നമ്മൾ ഒരു ദളിത് മനുഷ്യനാണെങ്കിൽ, ഒരു ആദിവാസി മനുഷ്യനാണെങ്കിൽ ഇവിടെ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടി വരും. നമ്മൾ വേടന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതല്ല സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. അതല്ല സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഈ ശ്രീമതി ബിന്ദുവിന് അനുഭവിച്ച ദളിത് അനുഭവമാണ്. ഇതിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു വർഷം 1-2 വർഷം മുമ്പെയാണ് പിങ്ക് പോലീസിന്റെ കാര്യത്തിൽ 8 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ആ കുഞ്ഞിന്റെ അച്ഛനെ ഇതുപോലെ മോഷ്ടാവാക്കുന്നത്. വിനായകന്റെ കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഒരു മാസം മുമ്പാണ് ഗോകുൽ എന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടു പോകുന്നത്. തൂങ്ങി മരിച്ചതാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, ഇതിൽ നമുക്ക് ഒട്ടും യോജിക്കാൻ പാടില്ല. നമ്മൾ വളരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ഒരു പോലീസ് നടപടി. അത് ഇദ്ദേഹം ആരാണ് ഈ ഒരു ദളിത് സ്ത്രീയെ ഭ്രഷ്ട് കൽപ്പിക്കാൻ, നിങ്ങൾ ഈ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുകൂടാ എന്ന് പറയാൻ, ഇതത് ജാതി വിലക്ക് പറയുന്നത് പോലെ, ഭ്രഷ്ട് കൽപ്പിക്കുന്നത് പോലെ പറയാൻ എന്ത് അധികാരമാണ് പോലീസിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരു സൈഡില് മുഖ്യമന്ത്രി വലിയ മീറ്റിംഗ് നടത്തുന്നു, പട്ടികജാതി പട്ടികവർഗ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നു, അവിടെ പറയുന്നു അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് പറയുന്നു. മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും കാലമായില്ലേ ഈ പോലീസിന് ഈ വിനായകന്റെ കാര്യത്തിന്റെ സമയത്ത് ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് വന്നിരുന്നെങ്കിൽ, ഈ പോലീസിനെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ, ഗോകുലിന്റെ സമയത്ത് വന്നിരിക്കുന്നത്, എന്തിന് ഇത്രയും അടുത്ത് സംഭവിച്ച വേടന്റെ കാര്യത്തിലെങ്കിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ദളിത് മനുഷ്യരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു സർക്കുലർ എങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ഈ ഒരു പാറ്റേൺ നിലനിൽക്കുന്ന ഒരു കേരളം. ഇതിൽ പ്രബുദ്ധ കേരളം എന്നുള്ളൊരു പദം യൂസ് ചെയ്യാൻ യാതൊരു അർഹതയും ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് നമ്മൾ. ഇത് പോലീസുകാരെ പറയുമ്പോൾ അതേപോലെ തന്നെ ഇതിൽ കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഓമന ഡാനിയലിന് എതിരെയും കൈ ചൂണ്ടപ്പെടേണ്ടതാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കെതിരെയും കൈ ചൂണ്ടപ്പെടേണ്ടതാണ്. കാരണം വീട്ടിലൊരു മോഷണം നടക്കുമ്പോൾ ആദ്യം തിരിയുന്ന വീട്ടിലൊരു ദളിത് ജോലിക്കാരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ജോലിക്കാരി ഉണ്ടെങ്കിൽ അവരിലേക്ക് കൈ ചൂണ്ടുന്ന ഈ ഒരു സ്വഭാവം ഇന്നും തുടങ്ങിയതല്ല മലയാളിക്ക്. ഇവർക്ക് സ്വന്തം ബാത്റൂം യൂസ് ചെയ്യാൻ സമ്മതിക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? സ്വന്തം പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? നമ്മൾ വെള്ളം കുടിക്കുന്ന അതേ ഗ്ലാസ്സിൽ എത്ര വീട്ടിലെ ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാറുണ്ട്? ഇതൊക്കെ ജാതി തന്നെയാണ്. ഇത് ജാതിയാണെന്ന് തിരിച്ചറിയണം. അത് തന്നെയാണ് ഭരണകൂടം ഇവിടെ, അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ്. ശ്രീ ജിൻഡോ, ഇത് പോലീസിന് വന്ന വീഴ്ച എന്നുള്ളതിനപ്പുറത്ത് ഇതിന് സാമൂഹികമായ ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് മനുഷ്യ ശരീരങ്ങളിലേക്ക് ജാതി എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ തേടി ചെല്ലുന്നതെന്ന് സണ്ണി കപ്പിക്കാട് ഒരു പ്രസംഗം നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രജുഡീസ് ഉണ്ട്. ഇവരെ തന്നെ ഈ കാര്യത്തിൽ കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റാണ്. സാധാരണ മനുഷ്യന്മാർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിച്ചില്ല. ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു പോലുമില്ല. എന്ന് മാത്രമല്ല, ഇവരെ അസഭ്യം കൊണ്ട് മൂടുകയും ഇവരാണ് കുറ്റവാളി എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. വളരെ നിസ്സഹായമായ നമുക്കറിയാം അവരുടെ തൊഴിൽ, അപ്പോൾ അവരുടെ സാമൂഹ്യ പദവി, അവരുടെ പിന്നാക്കാവസ്ഥ, അവരുടെ നിറം, അവരുടെ വസ്ത്രം, ഇതെല്ലാം ഈ പ്രജുഡിസിന്, ഈ മുൻവിധിക്ക് കാരണമാണ്. അതിഭീകരമായ ഒരു മനുഷ്യാവകാശ ലംഘനം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ സത്യത്തിൽ ഇന്ന് മലയാളികൾ ഉറങ്ങാൻ പാടില്ലാത്ത വിധം അസ്വസ്ഥരാകേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം അത്രയും മോശമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു SIയെ സസ്പെൻഡ് ചെയ്തു അന്വേഷണ വിധേയമായി എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ ജിൻഡോ? അഭിലാഷ, ഇത് ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മോട് സംസാരിച്ച ആ സഹോദരി ബിന്ദു, അവരുടെ മുഖമൊന്ന് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരിപ്പോഴും അപമാനഭാരത്താൽ നിൽക്കുകയാണ്.
അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഈ സമൂഹമൊക്കെ മഹാഭൂരിപക്ഷവും ഒപ്പം നിന്നിട്ട് പോലും ആ പാവപ്പെട്ട സ്ത്രീക്ക് ശിരസ് ഉയർത്തി നിന്ന് നമ്മളോട് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര ആക്ഷേപിക്കപ്പെട്ട ഒരു സാഹചര്യം. അവരുടെ ചങ്കുറപ്പിനെ ഞാൻ അഭിനന്ദിക്കുക. അതിനോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കിനേക്കാൾ വലിയ ശക്തിയുണ്ട് അവരുടെ ചങ്കുറപ്പിന്. അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നില്ലേ? ഇതുപോലെ ആക്ഷേപം നേരിട്ടിട്ട്, അധിക്ഷേപം നേരിട്ടിട്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പോലീസിന് മനുഷ്യരുടെ തൊലിയുടെ നിറം കാണുമ്പോൾ കറുത്തവനാണെങ്കിൽ അവനെ കള്ളനാക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നതെന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ട്. പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് നിരന്തരം പറയുന്നത്. കറുത്തവന്റെ തൊലി കാണുമ്പോൾ അവനെ കള്ളനാക്കാൻ എത്ര എളുപ്പത്തിലാണ് പോലീസിന് പറ്റുന്നത്? അല്ലെങ്കിൽ അവർക്ക് കക്കൂസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ആ രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ പോലീസിന് എങ്ങനെയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മനുഷ്യരെ കൊഞ്ഞനം കുത്തുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നത്, ഇവരൊന്നും ഇടതുപക്ഷമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. RSSന്റെ ഇടത് കക്ഷത്തിൽ തലവച്ചിരിക്കുന്ന ആളുകളാണ് ഇവർ. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും RSSന്റെ ശാഖയ്ക്ക് തുല്യമായിട്ട് മീറ്റിംഗ് കൂടാൻ സൗകര്യം കിട്ടുകയും അവരൊക്കെ വളരെ ലളിതമായ ശിക്ഷാ നടപടിയിലൂടെ കടത്തിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ, ദളിതരും ആദിവാസികളും പാവപ്പെട്ട മനുഷ്യരും പണമില്ലാത്തവരും യാതൊരു പ്രിവിലേജും ഇല്ലാത്തവർ ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടും. ഈ പറഞ്ഞ ബിന്ദുവിനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങോട്ട് വിളിച്ച് നിയമസഹായവും നീതിയുടെ പിന്തുണയും ഒക്കെ കൊടുത്തോ? ഞാൻ കണ്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വാർത്ത കേട്ടില്ല. ഇവിടെ പ്രൗഢിയും പ്രശസ്തിയും പണവും മറ്റ് സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ പണക്കൊഴുപ്പുള്ള ആളുകളെ, സവർണ മേധാവിത്വത്തിന്റെ ജാതിവാലുകൾ പേരുന്ന ആളുകളെയൊക്കെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ തിരക്ക് കൂട്ടുമായിരുന്നു. ബിന്ദുവിനെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടില്ല. ആ സ്ത്രീക്ക് നേരിട്ട അപമാന ഭാരതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ പൊതുസമൂഹത്തിന് കൂടിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞെന്താ, ഒറ്റപ്പെട്ട സംഭവമാണത്രേ. ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് പറയാൻ കാരണം 2016 മെയ് മാസം 25 ശേഷം കേരളത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കൊല്ലത്ത് 2017 രാജീവും ഷിബുവും അടക്കമുള്ള ആളുകൾ പോലീസ് 5 ദിവസക്കാലം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചിട്ട് അവസാനം കേസിൽ പ്രതിയല്ല എന്ന് പറഞ്ഞ് പുറത്തുവിട്ടു. ഇനി നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളെ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അതിനുശേഷം നെന്മാറ ഒലിപ്പാറയിലെ ആദിവാസി കോളനിയിലെ ബാബുവിന്റെ സംഭവം, അതിനുശേഷം ഏങ്കണ്ടിയൂരിലെ വിനായകൻ എങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. നേരിട്ടിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അക്രമം, അധിക്ഷേപം, അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഇതേവരെ പറ്റിയിട്ടുണ്ടോ? ആ അന്വേഷണം എവിടം വരെ എത്തി? അല്ലെങ്കിൽ കൽപ്പറ്റയിലെ ഗോകുൽ എങ്ങനെയാ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? കുറ്റ്യാടിയിലെ ആതിര പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആശുപത്രി മാനേജ്മെന്റിന് കൈമാറി കൊടുക്കുകയാണ്. കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആതിര ആത്മഹത്യ ചെയ്തു. അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തോ? വടയമ്പാടിയിലെ ഈ ദളിതരുടെ സമരത്തിനെതിരെ നടത്തിയ പോലീസിന്റെ ലാത്തിയടി, അങ്ങനെ ഹരിപ്പാട് കോളനിയിൽ നടത്തിയ റെയ്ഡ് അടക്കം 100 കണക്കിന് സംഭവമുണ്ട്. കേരളത്തിലെ പോലീസ് ആദിവാസികൾക്കും ദളിതർക്കുമെതിരെ നടത്തുന്ന ആസൂത്രിത അക്രമങ്ങളെ കുറിച്ച് പറയാൻ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട്, നിങ്ങൾ ഇടതുപക്ഷമല്ല, സവർണ മേധാവിത്വത്തിന്റെ RSS പക്ഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിതിൽ ദുഃഖമല്ല ഉള്ളത്, എനിക്ക് വല്ലാത്ത സങ്കടമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രതിനിധി ദുഃഖം എന്ന് പറയുന്നത്? ദുഃഖം നടത്തേണ്ടത് മറ്റാളുകളാ. നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ട പക്ഷ നിങ്ങളാണ് ഈ കേരളത്തിലെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം 15 കോടി രൂപ ചെലവഴിച്ച് ഈ കേരളത്തിന്റെ തെരുവിൽ പ്രദർശിപ്പിക്കുകയല്ല ചെയ്യേണ്ടേ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാൻ തോന്നണം. അതിനു പകരം ഈ തരത്തിൽ പീഡനമേൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം 15 കോടി രൂപയ്ക്ക് ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ചിരിച്ചോ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്താണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ആർക്കും ചിരി വരില്ല. നമ്മൾ എത്രയോ മനുഷ്യരുടെ മരണത്തിലേക്ക് വിട്ട കേരളത്തിലെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? എത്രത്തോളം നടപടി സ്വീകരിച്ചു? പകരം കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്തേ. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ആരും അധികം പറയുന്നില്ലെന്ന്. അങ്ങനെ പറയാൻ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ? 10,000 മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു പൊട്ടി തുന്നിയ ചെരുപ്പും കീറി തുന്നിയ കതർ കുപ്പായവും ഇട്ടിറങ്ങിയ ഉമ്മൻചാണ്ടി ഉണ്ട്. ഇവിടെ 900 പോലീസിന്റെയും 24 കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കാണാൻ പോയപ്പോൾ ആ പരാതി ഒന്നും വായിക്കാതെ നിങ്ങൾ കോടതി പൊക്കോളാൻ പറയുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുജന ശ്രദ്ധയിൽ വന്നപ്പോൾ, മാധ്യമ ശ്രദ്ധയിൽ വന്നപ്പോൾ നടപടിയെടുത്തു എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഈ മാല കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ബിന്ദു അല്ല മോഷ്ടിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായല്ലോ. ഈ മാല കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നും കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ബിന്ദു ഒരു മോഷ്ടാവായിട്ട് തന്നെ ഇരിക്കില്ലേ? അവിടെയാണ് ഇതിലെ പ്രശ്നം കിടക്കുന്നത്. മാല കണ്ടെത്തിയത് കൊണ്ട് മാത്രം, സത്യം പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ബിന്ദു കുറ്റത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത്. കായംകുളത്തെ MLAയുടെ മകന്റെ കഞ്ചാവ് കേസിൽ ആ കുട്ടിയോട് കാണിച്ച കനിവ് പോലും ബിന്ദുവിനോട് കാണിക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ലെങ്കിൽ, ഈ ബിന്ദുവിനെ പോലുള്ള ആളുകളെ ഊരി വിലക്കുന്ന കേരള പോലീസിനെ സേനയിൽ നിന്ന് വിലക്കാനായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ശേഷിയില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കേരളം
സവർണ മേധാവിത്വം ഭരിക്കുന്ന കേരളത്തിലാണെന്ന് പറയേണ്ടി വരും. വലിയവന്റെ വീടൊക്കെ മിനിങ്ങി നിൽക്കുന്നത് ബിന്ദുവിനെ പോലുള്ള പാവപ്പെട്ട മനുഷ്യർ നിരന്തരം തേച്ച് മിനിക്ക് വൃത്തിയാക്കുന്നത് കൊണ്ടാണ്. വലിയവന്റെ വീടിന്റെ ഉമ്മറം മിനിങ്ങി നിൽക്കുന്നത് ഇതുപോലുള്ള പാവപ്പെട്ട മനുഷ്യർ കഴിക്കാൻ പാത്രം കൊടുക്കാത്ത, അല്ലെങ്കിൽ കക്കൂസ് വെള്ളം കുടിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന, മരബെഞ്ചിൽ 24 മണിക്കൂർ ഇരുന്ന് പീഡനം നേരിടേണ്ടി വരുന്ന മനുഷ്യർ വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ടാണ് വൻകിടക്കാരുടെ വീടൊക്കെ മിനിങ്ങി നിൽക്കുന്നെന്നുള്ള പൊതുബോധം കൂടി നമ്മുടെ സമൂഹത്തിനും കൂടി ഉണ്ടാകണമെന്ന എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വരാം. ശ്രീ ഡി സുരേഷ് കുമാർ, എന്താണ് ബിന്ദു എന്ന വനിത ചെയ്ത കുറ്റം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരെയും പോലെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം മനുഷ്യരെയും പോലെ അധ്വാനിച്ച് ജീവിച്ചു. അവർക്ക് ഉപജീവന മാർഗം അവർ തൊഴിലെടുത്താണ് സമ്പാദിക്കുന്നത്. അവർ ജോലിക്ക് പോയി എന്ന ഒരു കുറ്റമേ ചെയ്തുള്ളൂ. അവർ പല വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോയി തിരികെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത 20 മണിക്കൂർ നേരം അവർ നേരിട്ടിട്ടുള്ള കൊടിയ ക്രൂരത, കൊടിയ പീഡനം, അതിന് ആരാണ് സമാധാനം പറയേണ്ടത് എന്ന പ്രശ്നമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി ഈ തരത്തിലുള്ള വലിയ തോതിൽ ട്രോമാറ്റൈസ് ചെയ്യപ്പെടുന്നു. അവരെ അതിനിഷ്ഠുരമായ നിലയിൽ പീഡിപ്പിക്കുന്നു. ആര് സമാധാനം പറയും? നമ്മുടെ സ്റ്റേറ്റ് സമാധാനം പറയണ്ടേ? മാപ്പ് പറയണ്ടേ അവരോട്? പോലീസ് അവരോട് അന്നേരം ചെയ്തത് എന്താണെന്നറിയോ? ഈ മാലമോഷണം നടന്നിട്ടില്ല എന്ന് വ്യക്തമായതിനു ശേഷം പോലീസ് അവരോട് പറഞ്ഞത് ഇനി ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്നുള്ളതാണ്. ഈ പരാതി കൊടുത്ത ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ ഓർത്ത് വിടാം എന്നാണ്. തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവും പ്രകടിപ്പിക്കാതെ അവരെ ഊര് വിലക്കി നാട് കടത്താൻ പ്രഖ്യാപിക്കുകയാണ്. മാപ്പ് പറയണ്ടേ? സർക്കാർ മാപ്പ് പറയണ്ടേ? മന്ത്രിമാര് MLA സന്ദർശിക്കണ്ടേ? പോലീസിനെ കൊണ്ട് മാപ്പ് പറയിക്കണ്ടേ? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? നോക്കൂ അഭിലാഷ്, ഇവിടെ സൂചിപ്പിച്ച അല്ലല്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു നീണ്ട നിര കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ പാർശ്വവൽകൃത ജനവിഭാഗത്തിന് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദമാക്കുകയുണ്ടായി. ഞാൻ തിരിച്ച് മറുവാദഗതി ഉയർത്തുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു. കേരളത്തിലെ ആദിവാസി, ദളിത്, പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ കിടക്കാനിടം, ഭൂമി പ്രശ്നം, ഞങ്ങൾക്ക് വരുന്നുണ്ട് ഭൂമി വേണം എന്ന് ചോദിച്ചവരുടെ ശുഷ്കിച്ച നെഞ്ചിന് നേർക്ക് വെടിയുണ്ട ഉതിർത്ത കോൺഗ്രസ് പാരമ്പര്യമല്ല ഇടതുപക്ഷ പാരമ്പര്യം എന്ന് മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ഒരുപാട് മുതലക്കണ്ണീരോടെ ഒഴുക്കി. നമ്മൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. ആദിവാസിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കാൻ, അധികാരി വർഗത്തിന്റെ വെടിയുണ്ട ഉതിർക്കാൻ ഒരു അധികാരത്തിൽ ഏത് പാർട്ടി ഇരുന്നാലും സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്. അധികാരത്തിൽ ഏത് പാർട്ടി ഇരുന്നാലും ബയാസ്ഡാണ്. അവിടെ നീതി വേണം എന്നുള്ളതാണ് പ്രശ്നം. പോലീസുകാരെ, ഈ തെറ്റ് ചെയ്ത പോലീസുകാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ബാനറിന് കീഴിൽ വന്നിരുന്ന് ആ പോലീസുകാരെ ന്യായീകരിക്കാനല്ല വന്നത്. ഈ സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന പക്ഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇന്നും നില തുടങ്ങിയതല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമയോചിതമായ ഇടപെടൽ മുതൽ, രൂപീകരണ കാലം മുതൽ ഇന്ന് വരെ സമയോചിതമായ ഇടപെടൽ മൂലം ഒട്ടേറെ കാര്യങ്ങൾക്ക് മാറ്റം വന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് കാണണമെങ്കിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ മാത്രം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി. ജാതി മതിലുകൾ വളരെ പൊക്കത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്ടിൽ. എന്തേ കേരളത്തിൽ ജാതി മതിലില്ല? ഞങ്ങൾക്ക് അന്തസ്സോടുകൂടി പറയാൻ കഴിയും, പാർശ്വവൽകൃത സമൂഹത്തിന് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം സൃഷ്ടിക്കുന്നതിൽ ശക്തമായ പോരാട്ടം നടത്തിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ ഉത്തരവാദിത്വം മറ്റാരും ഏറ്റെടുക്കാൻ വേണ്ടി വരണ്ട. ഇവിടെ പ്രിയപ്പെട്ട ബിന്ദുവിന് തിക്താനുഭവം ഉണ്ടായി. ഞാൻ അതാണ് പറഞ്ഞത്. ആ സഹോദരിക്കുണ്ടായ തിക്താനുഭവം സമയബന്ധിതമായി ഏറ്റെടുത്ത് അതിനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ആ പ്രദേശത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാക്കന്മാരാണ്. ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. മന്ത്രി GR ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ആ വീട് സന്ദർശിച്ചു. ഏറ്റവും ആദ്യം സന്ദർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചതിന് പ്രകാരം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള മുൻ MLA അഡ്വക്കേറ്റ് B. സത്യൻ അടക്കമുള്ള ആളുകൾ ആ വീട്ടിൽ പോകുന്നതോടുകൂടിയാണ് ഈ പ്രശ്നം പുറത്തു വരുന്നത്, ഈ വിഷയം പുറത്തു വരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട്, ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് മുതലക്കണ്ണീരൊഴുക്കി രാഷ്ട്രീയ പോരാട്ട നാടകം, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ചില പരിശ്രമം നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ആവശ്യം രാഷ്ട്രീയ മുതലെടുപ്പല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ഈ തിക്തത ഇനി മേലിൽ ഒരാൾക്ക് ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ, പ്രിക്കോഷൻ നടപടികളാണ്. ആ നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ്
വളരെ ധൈര്യത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ആ ഇച്ഛാശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള, അവരുടെ മനോവീര്യത്തെ കെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമം ഒരു ഭാഗത്തു നിന്നും ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തോ കോൺഗ്രസ് പാർട്ടി ചെയ്തോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളം ലജ്ജിക്കേണ്ടതായ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അത് ഈ സിസ്റ്റത്തിന്റെ, പോലീസ് അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മുൻവിധിയാണ്. എങ്ങനെയാണ് ഒരാളെ കാണുമ്പോൾ അയാൾ ക്രിമിനൽ ആണെന്ന് തോന്നുക, ഇയാൾ ആ കുറ്റം ചെയ്തു എന്ന് മുദ്ര കുത്തി എങ്ങനെയാണ് ഒരാളെ പീഡിപ്പിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് അവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിധേയമാക്കാൻ കഴിയുക? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാളവിക എന്തോ പറയാൻ കൈവിടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മാപ്പ് പറഞ്ഞ് ഈ വിഷയം റദ്ദാക്കണമെന്നല്ല, മറിച്ച് സ്റ്റേറ്റ് മാപ്പ് പറയണം, ഇതിന് ഉത്തരവാദികളായ പോലീസുകാരെ ശിക്ഷിക്കണം എന്ന അർത്ഥത്തിലാണ്. മാപ്പ് പറഞ്ഞ് പൊറുക്കണം എന്ന അർത്ഥത്തിലല്ല. പറഞ്ഞോളൂ. മാപ്പ് പറഞ്ഞ് പൊറുക്കുന്ന കാര്യങ്ങൾ മാപ്പ് ഡെഫിനറ്റ്ലി പറയേണ്ട വലിയ ആവശ്യമുണ്ട്. പക്ഷെ മാപ്പ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അവർ ഡെയിലി വേജിൽ, അവർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയല്ലേ, അവർ ഇത്രയും ഓഫീസുകൾ കയറി ഇറങ്ങിയപ്പോൾ എത്ര ദിവസത്തെ ജോലി അവരുടെ പോയി കാണും? ഇനി എത്ര നാൾ കഴിഞ്ഞാലായിരിക്കും ഒരു വീട്ടിൽ അവർക്ക് ജോലി കിട്ടുന്നത്? അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. ഈ സസ്പെൻഡ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ആ സസ്പെൻഡ് ചെയ്ത ഓഫീസേഴ്സിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ആ പൈസ കൊടുക്കണം. അങ്ങനെ ഇവരുടെ സാലറിയിൽ നിന്ന് അത് ഓരോ ഓഫീസറും അപ്പൊ ചിന്തിക്കും, ഇനി അടുത്ത പ്രാവശ്യം ഒരു ദളിത് സ്ത്രീ അല്ലെങ്കിൽ ഒരു ദളിത് പുരുഷൻ അല്ലെങ്കിൽ ഒരു കറുത്ത നിറമുള്ള ഒരാൾ, ഒരു ആദിവാസി മുമ്പിൽ വരുമ്പോൾ ചിന്തിക്കുമ്പോൾ എന്റെ സാലറിയിൽ നിന്ന് പോകും, ഞാൻ അവരോട് നേരെ ചൊവ്വേ പെരുമാറിയില്ലെങ്കിൽ എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം തന്നെ മാറും. അതിന് കോമ്പൻസേഷൻ വളരെ കൃത്യമായിട്ട് കോമ്പൻസേഷൻ എന്ന കാര്യം. ഷിദിനു വെയിൽ കൂടി, ഷിദിനു, കണ്ണാടി കാണുമ്പോളമേ ഉള്ളൂ നമ്മുടെ പ്രബുദ്ധതയും പുരോഗമനം ഒക്കെ എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പേരൂർക്കടയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് ഇത്തരത്തിൽ വാർത്തയൊക്കെ ആകുമ്പോൾ ആളുകൾ നടുങ്ങുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരാളുടെ തൊഴിൽ, സാമൂഹ്യ നില, നിറം, വസ്ത്രം, രൂപം, ഇതൊക്കെയും മുൻവിധികൾക്ക്, ഒരാളെ ക്രിമിനലാക്കാൻ പോന്ന വിധത്തിലുള്ള മുൻവിധികൾക്ക് ഇടയാക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. അതൊരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്നു. ബിന്ദു എന്ന സ്ത്രീക്ക് അതിനിഷ്ഠൂരമായിട്ടുള്ള മാനസിക പീഡനം ഏൽക്കുന്നു. ഇതിൻ്റെ ബാക്കി പത്രം എന്താണെന്നാണ് ദിനു വിചാരിക്കുന്നത്? ഇന്ത്യക്കകത്ത് ആർട്ടിക്കിൾ 21 പറയുന്ന അന്തസ്സോടെയുള്ള ജീവിതം എന്ന് പറയുന്നത് മരണപ്പെട്ട ഒരു മനുഷ്യന് പോലും നമ്മൾ നൽകണമെന്നാണ് പറയാറുള്ളത്. ഇന്ത്യയിലെ സുപ്രധാനമായ നീതിപീഠങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ട ഒരു ശരീരത്തിനോട് പോലും അന്തസ്സോടെ നമ്മൾ പെരുമാറണമെന്നാണ് പറഞ്ഞത്. ദൈനംദിനം പണിയെടുത്തുകൊണ്ട് വീടുകളിൽ തറ തുടച്ച് വൃത്തിയാക്കി ജോലി ചെയ്ത് ആ പണത്താൽ കുടുംബം പോറ്റുന്ന 2 പെൺമക്കളുള്ള ഒരു സ്ത്രീയോടാണ് ഇത്ര മോശമായിക്കൊണ്ട് അവളെ കള്ളിയാക്കിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞുകൊണ്ട് തറയിലിരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പോലീസ് പെരുമാറിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചൊരു ശരീരത്തിന് കിട്ടുന്ന അന്തസ് പോലും ഈ സ്ത്രീയോട് അവർ കാണിച്ചിട്ടില്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ അവരുടെ ജാതീയമായ മനോഭാവമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നോക്കൂ, ഇവിടെ CPM പ്രതിനിധി ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന്. ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പാർശ്വവൽക്കൃത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഉണ്ടാവുന്ന ഹറാസ്മെന്റുകൾ അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെലിക്വന്റ് ആയിട്ടുള്ള, കുറ്റോരാപിതരായിട്ടുള്ള ഓഫീസർമാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വ്യക്തിപരമായി ഇടപെട്ട 2 കേസുകൾ മാത്രം മുന്നോട്ടേക്ക് വെക്കുകയാണ്. തെന്മേലെ രാജീവ് എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിലെ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് സ്റ്റേഷന് മുന്നിൽ നിർത്തി 2 കള്ളക്കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുത്തു. എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. വളരെ കൃത്യമായ അവസാനം അവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിനെ തുടർന്ന് 1 വർഷക്കാലത്തെ സാലറി ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന മഹാശിക്ഷയാണ് ഈ പറയുന്ന സർക്കാർ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടുണ്ടായിരുന്ന SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം എടുത്തിട്ടുണ്ടായിരുന്ന കേസിനകത്ത് റഫർ റിപ്പോർട്ടാണ് ഈ സർക്കാർ കൊടുത്തതെന്ന് നമ്മൾ തിരിച്ചറിയണം. തുടർന്ന് SC/ST കോടതിക്കകത്ത് പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന, ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബിന്ദുവിൻ്റേത് അവസാനത്തേതാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നത്? ദേവിപ്രിയയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ആ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി ഏത് അവസ്ഥ വരെ സർക്കാർ നിലനിന്നിട്ടുണ്ടായിരുന്നു? ആ കുട്ടിക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനെ പോലും വളരെ കൃത്യമായി ആദ്യഘട്ടത്തിൽ എതിർത്തില്ലേ? എന്താണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ശിക്ഷ? 8 വയസ്സുകാരിയെ കള്ളിയാക്കി ശിക്ഷിച്ച
ചിത്രീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ. 2 ആഴ്ച ബിഹേവിയറൽ ട്രെയിനിങ്ങിന് വിട്ടു എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ കഴിഞ്ഞൊരു 5 വർഷത്തിൽ നടന്ന പോലീസ് അട്രോസിറ്റി കേസുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡെലിക്വന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെതിരെ നടപടിയെടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ വളരെ കൃത്യമായി 16 ദിവസം എന്തിനാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അന്വേഷണം നടത്തേണ്ടി വന്നതെന്നുള്ളതിന് സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. DK ബസു അടക്കമുള്ള ജോഗീന്ദർ സിംഗ് അടക്കമുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ച ആർട്ടിക്കിൾ 22 നഗ്നമായ വയലേഷൻ നടത്തിയ ഈ ഓഫീസർക്കെതിരെ നടപടി വരാൻ വേണ്ടി ഈ പറയുന്ന 16 ദിവസവും ഇന്ന് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സസ്പെൻഷൻ പെൻഡിംഗ് എൻക്വയറി നടത്തിക്കൂടായിരുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല. വളരെ കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി എന്ത് തരത്തിലുള്ള നടപടി എടുക്കുമെന്നാണ് SC അട്രോസിറ്റി ആക്ട് പ്രകാരം കള്ളക്കേസ് ചുമത്തിയ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അതിക്രമ നിയമപ്രകാരം കേസെടുക്കണം. നീലാവട്ടി ബേര കേസിനകത്ത് അടക്കം പ്രീസിഡന്റ് ആയിക്കൊണ്ട് കൃത്യമായി ഡോക്ടർ മാളവിക ബിന്നി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ പൈസ വാങ്ങിച്ചുകൊണ്ട് നഷ്ടപരിഹാരം ഇവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇവർ അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് അത്ര വലുത് തന്നെയാണ്. ഈ പറയുന്ന DYSP സോജൻ വാളയാർ കേസിനകത്ത് സ്ഥാനക്കയറ്റമാണ് കിട്ടിയിട്ടുള്ളത്. തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ ഇരയെയും മാതാവിനെയും തുടർച്ചയായി അധിക്ഷേപിച്ച ലൈംഗിക അധിക്ഷേപം നയിച്ച ഉദ്യോഗസ്ഥനും സ്ഥാനക്കയറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ നാം പറയുന്ന ഒരു നീതി നിർവഹണ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? വളരെ കൃത്യമായി ഡെലിക്വന്റ് ഓഫീസേഴ്സിനോട് കാണിക്കുന്ന ഈ എമ്പതി യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് ഇവിടുത്തെ പാർശ്വവൽക്കൃത സമൂഹങ്ങളിലെ വ്യക്തികളോടാണെന്നുള്ളത് സിസ്റ്റം കൃത്യമായി ഓർമ്മിക്കേണ്ടതുണ്ട്. ബുദ്ധ ഞാൻ ആട്ടിൻകുട്ടി കല്ലേറ് കൊണ്ടിട്ട് എന്റെ കണ്ണുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ പോലീസ് ഇടങ്ങളിലേക്കല്ല. അതുകൊണ്ട് കൃത്യമായി ഈ പറയുന്ന ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് കുറ്റാരോപിതരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്ന് ഈ സർക്കാർ പിന്നോട്ടേക്ക് പോയാൽ മാത്രമേ ഇനിയൊരു ബിന്ദുവിന്റെ കേസ് ഇവിടെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ശരി, ഇടവേളയ്ക്ക് മുമ്പ് D. സുരേഷ് കുമാർ, ഒന്ന്, മുൻകാലങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത പോലീസുകാർക്ക് കിട്ടിയ താമ്രപത്രങ്ങൾ ഇവിടെ മാളവിക ബിന്നിയും ദിനു വെയിലും വിശദീകരിച്ചു. നിഷേധിക്കാൻ കഴിയില്ല, വസ്തുതയാണ്. ഒന്ന്. 2, താങ്കൾ തന്നെ പറയുന്നു മെയ് മാസം 3-ാം തീയതി പരാതി കൊടുത്തു എന്ന്. വളരെ ഗ്ലെയറിംഗ് ആയ ചില കാര്യങ്ങൾ, അതായത് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല, സ്ത്രീ ആവശ്യപ്പെട്ടതിന് ശേഷം പോലും അവരെ പോലീസ് സ്റ്റേഷനിൽ കഴിയാൻ വിട്ടു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി രാത്രി മുഴുവൻ അവർക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ല. അങ്ങനെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടും പാലിക്കേണ്ട മര്യാദകൾ, നിബന്ധനകൾ പാലിക്കാത്തതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കായിരുന്നു. അതിൽ വേറെ അന്വേഷണത്തിന്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല, സംഭവിച്ച കാര്യമാണ്. എന്നിട്ടും ചാനലിൽ വാർത്ത വന്നാൽ 4 പേര് ആത്മരോഷത്തോടു കൂടി സംസാരിച്ചാൽ കളം മാറുകയാണെന്നറിഞ്ഞാൽ, നാട്ടുകാർ മോശം പറഞ്ഞാൽ മാത്രം നടപടിയെടുക്കുന്ന സംവിധാനമാണ് നിങ്ങളുടെ സർക്കാരിന്റെ സംവിധാനം എന്നുള്ളത് വ്യക്തമാണല്ലോ. നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് സർക്കാർ ചെയ്യുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് സമാധാനമാവുന്നില്ലല്ലോ സാർ. നാട്ടുകാര് മോശം പറഞ്ഞാൽ മാത്രം നടപടി എന്ന നിലയിലേക്ക് നമ്മൾ ഇതിനെ ചിത്രീകരിക്കരുത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ദിനു വെയിലും മാളവികയും പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായും ഐക്യദാർഢ്യപ്പെടുകയാണ്. ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ചെറിയ തകരാറുകളുണ്ട്. ആ തകരാറ് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പിണറായി കേരളം ഭരിക്കുന്നത് കൊണ്ടോ ഉണ്ടായതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ സിസ്റ്റത്തിൽ കാവലായ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നലെ പാലക്കാട് ഇവിടെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് അദ്ദേഹം വലിയ ആളുകളുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നു എന്നാണ്. ഇന്നലെ പാലക്കാട് ഈ മേഖലയിലെ പട്ടികജാതി മേഖലയിലെ സമസ്ത ആളുകളെയും വിളിച്ചിരുത്തി ഈ ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട നിലയിലുള്ള ചർച്ചയും അതിനുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചാണ്. ഇവിടെ അവധാനതയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. സ്പീഡ് റാപ്പ് കൊണ്ടും പരിഹരിക്കാവുന്ന പ്രശ്നമല്ലല്ലോ ഇത്. നടപടി വേണം, നടപടി എടുക്കേണ്ട കാര്യങ്ങളിൽ നടപടി വേണം. അതല്ലാതെ മുഖ്യമന്ത്രി സമ്മേളനം വിളിച്ചില്ലേ, ഞങ്ങൾ വേടന്റെ റാപ്പ് നടത്തിയില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നടപടി എടുക്കേണ്ടടുത്ത് നടപടി വേണം. ഇവിടെ ബിന്ദു അനുഭവിച്ച കൊടിയ മനുഷ്യാവകാശ ലംഘനത്തിലുള്ള സമാധാനം എന്ന് പറയേണ്ടത് അടിസ്ഥാനപരമായ നീതിയുടെ വിഷയമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആര്, ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് അടിസ്ഥാനപരമായ നീതിയുടെ വിഷയമാണ്. എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജിൻഡോ ജോൺ. ഇവിടെ നമ്മൾ കേരളം ഇപ്പോൾ ഏത് മുന്നണി ഭരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഈ മുൻവിധിയുണ്ട്, ചില വിവേചനങ്ങളുണ്ട്, സൊസൈറ്റലായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിനെ കൂടി അഡ്രസ്സ് ചെയ്യണം.
ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ, ഒരു പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല, നമ്മുടെ പല സംവിധാനങ്ങളുടെയും മുമ്പിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നിൽ നിൽക്കുന്ന നിലയുള്ള മനുഷ്യർ ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റിന് വിധേയമാകുന്നു. അതേസമയം കാഴ്ചയിൽ ഔന്നത്യമുള്ള ആളുകൾ വേറെ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് വിധേയമാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ സാമൂഹികമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ. തീർച്ചയായിട്ടും അഭിലാഷേ, ഇതിന് ഞാൻ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ മാത്രം കുറവായിട്ടല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോഴും കേരളത്തിൻ്റെ പൊതുബോധത്തിന് കൂടി ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ വീടുകൾ മിനുങ്ങി നിൽക്കുന്നത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ബിന്ദുമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് തേച്ച് മിനുക്കുന്നത് കൊണ്ടാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. വലിയമ്മമാരുടെ വീടിൻ്റെ ഉമ്മറം അങ്ങനെ ശോഭിച്ച് നിൽക്കുന്നതിൻ്റെ പുറകിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആൾക്ക് ആ ഉമ്മറത്തൊന്ന് നോക്കാനോ നിൽക്കാനോ അവരുടെ പാത്രത്തിൽ നിന്ന് ഒരു കഞ്ഞി കുടിക്കാനോ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ പൊതുബോധം കൂടി തിരുത്തപ്പെടേണ്ടതുണ്ട്. പണ്ടും പലതും നടന്നിട്ടില്ലേ എന്ന് CPM-ന്റെ പ്രതിനിധി ചോദിക്കുമ്പോൾ, മുൻപ് നടന്ന കാലഘട്ടത്തെ നിന്ന് വ്യത്യസ്തമല്ലേ? വിദ്യാഭ്യാസവും വർദ്ധിച്ചിട്ടുണ്ട്, വിജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ട്, വിവര സാങ്കേതികത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും നന്നാക്കാൻ വേണ്ടി വന്നൊരു സർക്കാർ കേരളത്തിലുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കണ്ടേ? ഇതെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തിൽ ചത്തിരിക്കുന്ന പല്ലിയെ പോലെ മൗനത്തിൽ മാത്രം ഒളിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല ഞങ്ങൾക്ക് വേണ്ടേ. ഒരു വില്ലേജ് അസിസ്റ്റന്റ് അഴിമതി നടത്തിയാൽ ആ വില്ലേജ് ഓഫീസർ കൂടി ഉത്തരവാദിയാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പരാതിന്മേൽ നടപടിയെടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു വകുപ്പിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഇതുപോലെ മരബെഞ്ചിൽ ഇരുന്ന് മണിക്കൂറുകളോളം പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, കക്കൂസിലെ വെള്ളം കുടിക്കാനുള്ള നിർബന്ധിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് കൂടിയുണ്ട്. തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളം ഭരിക്കുന്നതിന് ഒരു സർക്കാർ വേണം. ഇവിടെ സർക്കാരല്ല സവർണരാണെന്നുള്ളൊരു തോന്നല. ഏത് മതത്തിൽപ്പെട്ട ആളുകൾ കേരളം ഭരിച്ചാലും ഇവിടെ സവർണരാണ് ഭരിക്കുന്നതെന്നുള്ള പൊതുബോധം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കാൻ പാടില്ല. അത് കേരളം ഭരിക്കുന്ന ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പണക്കൊഴുപ്പും പ്രൗഢിയും പത്രാസമുള്ള ആളുകൾക്ക് മാത്രമല്ല, ബിന്ദുവിനെ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവർക്കും കൂടി മുഖ്യമന്ത്രിയുടെ വിളി അവകാശപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ട് ഇതിൽ മറുപടി പറയണം. അവര് അനുഭവിച്ച വേദനകൾക്കുള്ള പരിഹാരം പ്രഖ്യാപിക്കണം. എന്താ അതിനൊന്നും പറ്റാത്തത്? ഇവിടെ CPM-ന്റെ പ്രാദേശിക പ്രവർത്തകൻ പരാതി കൊടുത്തത് കൊണ്ട്, പത്രക്കാരെ വിളിച്ചറിയിച്ചത് കൊണ്ട് മാത്രം ഇത് ചർച്ച ചെയ്യപ്പെട്ടു. നല്ല പ്രവർത്തനം, ഞാൻ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ആ പ്രാദേശിക പ്രവർത്തകൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് പൂഴ്ത്തിവെക്കുമായിരുന്നില്ലേ? ഇവിടെ പാവപ്പെട്ട നവീൻ ബാബു കൊല്ലപ്പെടുന്ന സമയത്ത് അതിനനുകൂലമായിട്ട്, ആ കേസിൽ PP ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് കള്ളപ്പരാതി ചമയ്ക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ ഈ ബിന്ദുവിന്റെ പരാതിയിൽ ഒന്ന് വായിച്ചു നോക്കാൻ എന്തുകൊണ്ടാണ് ശേഷി കാണിക്കാതിരുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളെ നയിക്കുന്നത് സവർണ ബോധമാണ്. ഇത് സർക്കാരല്ല, ഇത് നയിക്കുന്നത് സവർണരാണ്. വളരെ പെട്ടെന്ന് ഒരു മറുപടി ശ്രീ സുരേഷ് കുമാർ, നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാദഗതികളാണ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീതിമാനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്, ആ നീതിമാനായ മുഖ്യമന്ത്രിയിൽ നിന്നും നീതി ലഭ്യമാകും ഉറപ്പാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട വിനായകന്റെ കുടുംബത്തിന് തോന്നണ്ടേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ വയനാട്ടിൽ മരിച്ച കുടുംബത്തിന് തോന്നണ്ടേ? നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് തോന്നണ്ടേ? കേരളം ഭരിക്കുന്നത് നീതിമാനാണെന്ന് നീതിമാനെന്ന് എഴുതി വയ്ക്കുന്നതല്ല, നീതിമാനെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു മുഖ്യമന്ത്രി, ഒരു മനുഷ്യൻ നീതിമാനാണെന്ന് തോന്നുന്നത്, ഭരണകർത്താവ് നീതിമാനാണെന്ന് തോന്നുന്നത് അത് മനുഷ്യർക്ക് അനുഭവപ്പെടുന്നതിലൂടെ, അല്ലാതെ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നതിലൂടെ. ശരി, ഇതില് രാഷ്ട്രീയ തർക്കങ്ങളുടെ വിഷയമല്ല. എല്ലാവർക്കും നന്ദി. ഇതിൽ പ്രാഥമികമായി മനുഷ്യാന്തസ്സിന്റെ, ഡിഗ്നിറ്റിയുടെ, ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യനായി ജീവിക്കാനുള്ള, അന്തസ്സോടുകൂടി മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് ലംഘനം നടന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്താണ് നടന്നിരിക്കുന്നത്. അത് വെച്ചു പൊറുപ്പിക്കാൻ പാടുള്ളതല്ല. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ, അതുപോലെ വ്യാജ പരാതി നൽകിയ ആളുകൾക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പാക്കുക. ആ നടപടി എന്നുള്ളത് അതൊരു ശിക്ഷയാണ് എന്നുള്ള നിലയിൽ ഉറപ്പാക്കുക. അങ്ങനെ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ. നീതി പുലരുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമായി വരികയുമാണ്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.